NIOS +2 വിദ്യാർത്ഥികളുടെ പൊളിറ്റിക്കൽ സയൻസിനെ അടിസ്ഥാനമാക്കിയുള്ള ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കുക. പൊളിറ്റിക്കൽ സയൻസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? അല്ലെങ്കിൽ ഫാദർ ഓഫ് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത് ആരാണ്? അരിസ്റ്റോട്ടിലാണ് ഫാദർ ഓഫ് പൊളിറ്റിക്കൽ സയൻസ്, അല്ലേ? അതോടൊപ്പം തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. പൊളിറ്റിക്കൽ സയൻസിനെ മാസ്റ്റർ സയൻസ് എന്ന് വിളിച്ചത് ആരാണ്? പൊളിറ്റിക്കൽ സയൻസിനെ മാസ്റ്റർ സയൻസ് എന്ന് വിളിച്ചത് ആരാണ്? അരിസ്റ്റോട്ടിലാണ്. അപ്പോൾ ഈ രണ്ട് ചോദ്യത്തിന്റെ ഉത്തരം ഒന്ന് തന്നെയാണെന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഫാദർ ഓഫ് പൊളിറ്റിക്കൽ സയൻസ്, പൊളിറ്റിക്കൽ സയൻസ് എ മാസ്റ്റർ സയൻസ്, അതായത് പൊളിറ്റിക്കൽ സയൻസിനെ മാസ്റ്റർ സയൻസ് എന്ന് വിളിച്ചതും അരിസ്റ്റോട്ടിലാണ്. ഓക്കെ, അടുത്ത നോക്കിയേ. പൊളിറ്റിക്സ് എന്ന പദം ഒരു ഗ്രീക്ക് വേർഡാണ്. അതോടൊപ്പം തന്നെ പൊളിറ്റിക്സിൽ നമ്മൾ എന്തിനെ കുറിച്ചാണ് പഠിക്കുന്നത്? സ്റ്റേറ്റ് ആൻഡ് പവർ, അല്ലെ? സ്റ്റേറ്റ് ആൻഡ് പവറിനെ കുറിച്ചാണ് നമ്മൾ പൊളിറ്റിക്സിൽ പഠിക്കുന്നത്. ഓർത്തിരിക്കണം, പൊളിറ്റിക്സ് എന്ന പദം ഒരു ഗ്രീക്ക് വേർഡാണ്. പൊളിറ്റിക്സിൽ നമ്മൾ പഠിക്കുന്നത് സ്റ്റേറ്റ് ആൻഡ് പവറിനെ കുറിച്ചാണ്. ഓക്കെ, അടുത്തത് ലിബർട്ടി എന്ന വേർഡ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ലിബർട്ടി എന്ന പദം ഒരു ഗ്രീക്ക് വേർഡായിട്ടുള്ള ലിബർ എന്ന പദത്തിൽ നിന്നാണ് ഉത്ഭവിച്ചു വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഉൾത്തിരിഞ്ഞു വന്നിട്ടുള്ളത്. മനസ്സിലാക്കി വെക്കുക. ലിബർട്ടി എന്ന വേർഡ് ഗ്രീക്ക് വേർഡായിട്ടുള്ള അല്ലെങ്കിൽ ഗ്രീക്ക് പദമായിട്ടുള്ള ലിബർ എന്ന വാക്കിൽ നിന്നാണ് ഉൾത്തിരിഞ്ഞു വന്നിട്ടുള്ളത്. അടുത്തത് ജസ്റ്റിസ്. ജസ്റ്റിസ് എന്ന വാക്ക് ലാറ്റിൻ പദമായിട്ടുള്ള ജസ് എന്ന വേർഡിൽ നിന്നാണ് ഉൾത്തിരിഞ്ഞു വന്നിട്ടുള്ളത്. അടുത്തത് നാഷണാലിറ്റി ആണ്. നാഷണാലിറ്റി എന്ന് പറയുന്ന പദം ലാറ്റിൻ വേർഡായിട്ടുള്ള നാറ്റസ് എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ് ഉൾത്തിരിഞ്ഞു വന്നിട്ടുള്ളത്. മനസ്സിലാക്കി വെക്കണേ. അടുത്തത് ജസ്റ്റിസ് വേർഡ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ജസ്റ്റിസ് എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? റൂൾ ഓഫ് ലോ എന്നാണ് ജസ്റ്റിസ് എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്തത് ഗവൺമെന്റിന്റെ 3 ഓർഗൻസ് എന്ന് അറിയപ്പെടുന്നത് എന്തെല്ലാമാണ്? ഒന്ന് ദ എക്സിക്യൂട്ടീവ്, രണ്ട് ദ ലെജിസ്ലേച്ചർ, ദെൻ മൂന്നാമത്തെ ദ ജുഡീഷ്യറി, അല്ലെ? ഈ 3 കാര്യങ്ങളാണ് 3 ഓർഗൻസ് ഓഫ് ദ ഗവൺമെന്റ് എന്ന് അറിയപ്പെടുന്നത്. പഠിച്ചു വെക്കണേ. ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ്. ഇത് ഓർത്തിരിക്കണം. പരീക്ഷയ്ക്ക് എന്തായാലും ഇത് ചോദിച്ചിരിക്കും. സോ ഇതിന് ഏതെങ്കിലും ഒരു ചോദ്യം നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് മനസ്സിലാക്കി വെക്കുക.